സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് കോഴിക്കോട് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങി കുടുംബം. മുഖ്യമന്ത്രിക്കും DGPക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുമെന്ന് കുടുംബം ജനം TVയോട് പ്രതികരിച്ചു. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷന് പുറമെ മുഖ്യമന്ത്രിക്കും DGPക്കും കുടുംബം പരാതി നൽകും. ദീപക് ബസ്സിൽ വെച്ച് യുവതിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് യുവതി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. ദൃശ്യം പ്രചരിപ്പിച്ച യുവതിക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. തങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് കുടുംബം ജനം TVയോട് പറഞ്ഞു. ഒരു മോനേ ഉള്ളൂ. അത് അങ്ങനെ മോനെ വളർത്തി കൊണ്ടുവന്നതാണ്. അവൻ ഞങ്ങളെ അങ്ങനെ കൊണ്ടുവന്നതാണ്. ഈ നിലയ്ക്ക് പോകാൻ എത്തിച്ച് ഞങ്ങളെ ഇതായി. ഇപ്പം നല്ലൊരു ഭാവിയാണ് അവൻ്റെ ഇതിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അതിലെന്ത് ഇതുണ്ട് നടപടി എടുത്തിട്ട് അതിൽ നല്ല എനിക്ക് അതിനെ മുന്നോട്ട് പോകാനുള്ള ഇതാക്കണം. അപ്പോൾ ഞങ്ങൾക്കും ബസ്സിലും അവിടെയും ഇവിടെയൊക്കെ പോകണ്ടേ. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് തള്ളി ഒന്നുമില്ലാതായി പോവുകയാണെങ്കിൽ ഇപ്പം എങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചൊരു പ്രൈവറ്റ് വണ്ടിയിൽ കയറും? ഞങ്ങൾക്കും വേണ്ട അതിനുള്ള സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ. സ്ത്രീകൾ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല എന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഇത്. അവർക്ക് എന്തും ചെയ്യാം. അവർ ചെയ്താൽ അവർക്ക് എളുപ്പം. അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഭവം വാർത്തയായതോടെ വലിയ പ്രതിഷേധമാണ് യുവതിക്ക് നേരെ ഉയരുന്നത്. രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ മുഖ്യമന്ത്രിക്ക് നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകി. പ്രതിഷേധവുമായി BJPയും യുവമോർച്ചയും രംഗത്തെത്തി. പരാതി ഇന്നു തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ജനം, കോഴിക്കോട്.